നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് തുലാം മാസം 1201 ആണ്ട് തുലാമാസം 1 മുതൽ 30 വരെയും ഇംഗ്ലീഷ് വർഷം 2025 ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെയും ഉള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ഒരു മാസത്തെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് തന്നെ പറഞ്ഞോട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് മേടരാശിയാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് വേഴം 4-ലാണ്. 4-ൽ എന്ന് പറയുമ്പോൾ സുഖസ്ഥാനം, സുഖം, വാഹനം, യാത്രാസ്ഥാനം, നമ്മുടെ ബെഡ്റൂം, അങ്ങനെയുള്ളതായിട്ടുള്ള, പിന്നെ സുഹൃത്തിൻ്റെ സ്ഥാനം, മാതൃസ്ഥാനം, അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട്. അത് എല്ലാം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മംഗളകരമായ അവസ്ഥ ഉണ്ട് മേടരാശിക്കാർക്ക്. പിന്നെ യാത്രകൾ, ചെറിയ ചെറിയ യാത്രകളുമൊക്കെ, ദേവാലയ ദർശനം, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഭൗതികമായ കാര്യങ്ങൾ, ഗ്രഹനിർമ്മാണം, ഗ്രഹം മോടി കൂട്ടൽ, പിന്നെ വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, ജോലി സാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ ഈ വേഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നു. വേഴം മേടരാശിക്കാർക്ക് നല്ലതാണ്. എന്ന് വച്ചാൽ 4-ലെ വേഴം പറയുന്നു, പരിശ്രമവും ആവശ്യമാണ്, നന്നായിട്ടുള്ള പരിശ്രമവും വേണം എന്ന് പറയുന്നു. അപ്പോൾ ദൈവാനുഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ഗ്രഹം വാങ്ങുകയോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങൾ വളരെ കാലം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോയിട്ട് പുതുതായിട്ട് എന്തെങ്കിലും സ്ഥാപനം ഒക്കെ തുടങ്ങുന്നതിനും ഒരു അവസ്ഥ, അത് സ്ഥിരമായിട്ടുള്ള അവസ്ഥയിലല്ല. ഈ വേഴത്തിൻ്റെ അവസ്ഥ ഒക്ടോബർ 18 മുതൽ 2.5 മാസത്തെ കാലത്തേക്കുള്ള ഒരു അവസ്ഥയാണ്. എന്നിരുന്നാലും വേഴത്തെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ നൽകാൻ അത് മതിയാകും. അപ്പോൾ ഇതെല്ലാം വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങളാണ് പറഞ്ഞത്. ഇനി മറ്റൊന്നും കൂടി പറയാനുണ്ട്. ഈ മേടരാശിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഏഴരശനി കാലം നിലവിലുണ്ട്. എന്നാലും ഈ രോഗശമനം, രോഗമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് രോഗശമനം ഉണ്ടാകുന്നതിനും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിനും ഈ വേഴത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ ഗുണകരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ മാസം തുലാമാസത്തെ സൂര്യൻ്റെ സ്ഥിതി, നിങ്ങൾക്ക് 5-ാം ഭാവാധിപനാണ് 7-ലോട്ട് വരുന്നത്. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ സ്നേഹ വിവാഹം, അല്ലെങ്കിൽ ഇഷ്ടം, ലവ് മാരേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരവസ്ഥയും കൂടി കാണുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ആലോചിച്ച്
വേണ്ട വിധം ആലോചിച്ച് വേണം കാര്യങ്ങൾ നിശ്ചയിക്കാൻ. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴത്തിൻ്റെ മാറ്റം അത്രത്തോളം ഗുണകരമല്ല. വേഴം 3-ലോട്ടാണ് പോകുന്നത്. എന്നാലും കൂടുതൽ ദോഷം പറയാനായിട്ടില്ല. വേഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലോട്ടുള്ള മാറ്റമാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴിയും സഹോദരസ്ഥാനീയർ മുഖേനയും ഒക്കെ നമുക്ക് ഗുണഫലങ്ങൾ സിദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. എന്നാൽ ശനിയുടെ അവസ്ഥ നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശനി. അപ്പോൾ അതുകൊണ്ട് തന്നെ കർമ്മത്തിൽ തടസ്സങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. കർമ്മം അധ്വാനം കൂടുന്നതാണ്. അത് ശനിയുടെ സ്വഭാവമാണ്. അധ്വാനം നല്ലവണ്ണം അധ്വാനിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് ഈ മാസം സാധിക്കും. പിന്നെ ആരോഗ്യ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ശനിയാഴ്ച നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. പിന്നെ ശനി പ്രീതിക്കായിട്ട് മറ്റുള്ള എള്ളുപായസം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് ചെയ്യാവുന്നതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ച വിശേഷ പ്രാർത്ഥനയൊക്കെ നടത്തണം. ശനി ദോഷസ്ഥാനത്തല്ല, എന്നിരുന്നാലും ശനി ആ രാശിയിലോട്ടുള്ള ദൃഷ്ടി ഉണ്ട്. ചില ആരോഗ്യ പ്രശ്നങ്ങളും കാര്യമായിട്ടല്ലെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ യാത്രാസ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നു. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടും ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ വാഹനത്തിന് കേടുപാടുകൾ വരാനുള്ള സാധ്യത കാണുന്നു. അതൊക്കെ ഒന്ന് കരുതിയിരിക്കണം. പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഞായറാഴ്ച ശിവൻ്റെ അമ്പലത്തിൽ പ്രാർത്ഥന നടത്താം. പൂജാതി കാര്യങ്ങളിൽ പങ്കെടുക്കാം. അതൊന്ന്. രണ്ടാമത് മഹാഗണപതി പ്രീതി ചെയ്യുന്നതും ഉചിതമായിരിക്കും. മാസത്തിൻ്റെ പകുതിയോളം, തുലാമാസം പകുതിയോളം തന്നെ നിങ്ങൾക്ക് ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. നീചമാണ്. എന്നിരുന്നാലും ചില താൽക്കാലികമായ നേട്ടങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. അപ്പോൾ ആ ശുക്രൻ്റെ നീചാവസ്ഥ മാറുന്നതിനായിട്ട് ബുധനാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാല്. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ധനസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ കാലം കൊണ്ട് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളെ ഒക്കെ തന്നെ ശുഭമായി വരുന്നതായിട്ട് കാണുന്നു. ഗ്രഹ നിർമ്മാണം, പിന്നെ വാഹനലബ്ധി, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. പിന്നെ ധനപരമായ പുരോഗതി, വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, ഉദ്യോഗലബ്ധി, ഇതൊക്കെ തന്നെ കാണുന്നു. നിങ്ങൾക്ക് വന്നിട്ട് മിഥുനരാശിയെ സംബന്ധിച്ച് നിവർത്തി സ്ഥാനപതിയും കർമാധിപനുമായിട്ടുള്ള വേഴമാണ് ധനസ്ഥാനത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ച് കാര്യങ്ങൾ നടത്തി എടുക്കേണ്ടതാണ്. പിന്നെ ഈ രാശിയെ സംബന്ധിച്ച് നിലവിൽ കണ്ടകശനികാലം നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും
അത് കൂടുതൽ ദോഷം ചെയ്യാൻ ഇടയില്ല. നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങളുള്ളവർക്ക് അത് ശമനമായി വരുന്നതായിട്ടും കാണുന്നു. ഈ മാസം മുതൽ അപ്പോൾ ശനി കണ്ടകശനി രൂപത്തിൽ നിങ്ങൾക്ക് 10-ൽ തന്നെയും ഈ വേഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് ആ ദോഷം കുറയ്ക്കാനായിട്ട് വേഴത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ കൂടുതലായി വരാനായിട്ടില്ല. എന്നിരുന്നാലും ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം, അതായത് നിങ്ങളുടെ ഭാഗ്യാധിപനും 6ാം ഭാവാധിപനുമായിട്ടുള്ള വേഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഭാഗ്യത്തിൻ്റെയും 6ൻ്റെ ചുമതല എന്ന് പറയുമ്പോൾ രോഗമാണ്. അപ്പോൾ രോഗം വരുമെന്നുള്ള അർത്ഥമല്ല. അപ്പോൾ ഭാഗ്യാധിപനായതുകൊണ്ട് തന്നെ ഈ രാശിയുടെ പ്രത്യേകത വേഴം ഈ രാശിയിൽ ഉച്ചനായി നിൽക്കുന്നത് കൊണ്ടും രോഗങ്ങളുള്ളവർക്ക് രോഗശമനം ഉണ്ടാകുന്നു, ഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യങ്ങൾ നമുക്ക് പൂർണ്ണമായി കിട്ടുന്നതിനായിട്ട് ഇപ്പോൾ നിലവിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ പ്രീതിപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോയാൽ നമുക്ക് ദോഷങ്ങളൊന്നുമില്ലാതെ അതിജീവിച്ച് പോകാനായിട്ട് പറ്റും. ദോഷങ്ങൾ ഉണ്ടാകണമെന്നല്ല, ആ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ വേഴം അത് ആ ദോഷത്തെ ഹരിക്കുന്നതാണ്. അപ്പോൾ ഇനി അപ്പോൾ ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം കാൽഭാഗം. നിങ്ങൾക്ക് വേഴത്തിൻ്റെ ഈ മാസത്തെ ഫലം അത്രത്തോളം ശുഭകരമല്ല. 12-ൽ മറഞ്ഞു. ഭയപ്പെടേണ്ട ആവശ്യമല്ല. മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ഈ 12 എന്ന് പറയുമ്പോൾ തീർത്ഥാടനം പോലെയുള്ള കാര്യങ്ങൾ, ദൂരെ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന ദേവാലയ ദർശനം അതും സൂചിപ്പിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ചിലവുകൾ ഉണ്ടാകുമെന്നാണ്. ദേവാലയ ദർശനം അത് അങ്ങനെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിക്കും. വേഴം 12-ലാണ് എന്ന് കേട്ട് ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. മറ്റ് മതത്തിലുള്ളവർ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തണം. പിന്നെ ചിങ്ങരാശിയെ സംബന്ധിച്ച് ഈ കേതുവിൻ്റെ നിൽപ്പ് അവിടെ ഉണ്ട്. നിങ്ങളുടെ യാത്രാസ്ഥാനം, ഇണയുടെ സ്ഥാനം, ഭാര്യാസ്ഥാനം എന്ന് പറയുന്ന സ്ഥാനത്ത് രാഹു നിൽക്കുന്നു. അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് കുടുംബത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ അത് അതിജീവിച്ച് പോകണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതിന് നാഗരാജ പ്രീതി ചെയ്യുക. പിന്നെ ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക ഞായറാഴ്ച. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ അഷ്ടമത്തിലാണ് ശനി. ഇതെല്ലാം പറഞ്ഞ് ഭയപ്പെടുന്നതല്ല, ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നമ്മളൊരു കരുതലെടുക്കണം ചിങ്ങരാശിക്കാർ. അതിനാണ്.
അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു, എന്നിട്ട് നമ്മുടെ പ്രവൃത്തി സ്ഥാനത്തുള്ളോട്ട് ദൃഷ്ടിയുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിച്ച് ചെയ്യാവോ, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ ഭാരം, വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അത് ഓപ്പറേഷൻ ആ രീതിയിലോട്ട് പോകാൻ സാധ്യത വരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓപ്പറേഷൻ വരുമെന്നുള്ളതല്ല. അപ്പോൾ അത് ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ നിലവിൽ ഉണ്ടെങ്കിൽ അതിന് പ്രാർത്ഥിക്കേണ്ടത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ചാമുണ്ഡി ക്ഷേത്രത്തിൽ ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുക. പിന്നെ നാഗരാജ ക്ഷേത്രത്തിൽ നാഗർക്ക് ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, പകുതി. നിങ്ങൾക്ക് വ്യാഴം അഭിഷ്ടസ്ഥാനമായ 11, ലാഭസ്ഥാനമായ 11-ലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള നമ്മുടെ നേരത്തെ കർമ്മസ്ഥാനത്ത് നിന്നത് വ്യാഴം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിരാശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നേരെയാകുന്നതാണ് ഈ സമയത്ത്. അഭിഷ്ടസ്ഥാനമായ 11 വന്നിട്ടുണ്ട്. എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് കന്നിരാശിയെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ 5-ൻ്റെയും 6-ൻ്റെയും ചുമതലയുള്ള ശനി 7-ലുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ ചൊവ്വയുടെ സ്ഥിതി, നിങ്ങൾക്ക് ചൊവ്വയുടെ സ്ഥിതി ഇപ്പോൾ നിലവിൽ 2-ലാണ്. നമ്മുടെ പ്രവൃത്തി സ്ഥാനമെന്ന് പറയും 2. പ്രവൃത്തി, വാക്ക്, വിദ്യ, ധനം എന്ന് പറയും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും നമ്മൾ ആലോചിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ വേഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഞാൻ പറഞ്ഞുവെങ്കിലും ഒരു ഗ്രഹം അത് അതിൻ്റേതായ ഫലം ഗുണമായാലും ദോഷമായാലും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുകൂടി സൂചിപ്പിക്കുന്നത്. വേഴം നമുക്ക് ഗുണം ചെയ്യും, എന്നാൽ ഈ 2-ൽ നിൽക്കുന്ന ചൊവ്വ അത്രത്തോളം ഗുണം ചെയ്യത്തില്ല. അപ്പോൾ നമുക്കൊരു പക്വതയില്ലാത്ത തീരുമാനങ്ങൾ, എടുത്തു ചാടിയുള്ള തീരുമാനം, അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടായേക്കാം. അപ്പോൾ അതൊന്ന് കരുതണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതിലേക്ക് ശനിപ്രീതി ചെയ്യേണ്ടതാണ് ശനിയാഴ്ച. പിന്നെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് ഞാൻ ഈ വേഴത്തെ കൊണ്ട് ഗുണഫലങ്ങളെല്ലാം പറഞ്ഞു. അതിനെ ഒന്നുകൂടി പരിപോഷിപ്പിക്കുന്നതിനായിട്ട് ഈ ശുക്രൻ്റെ ഈ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ശുക്രൻ നിങ്ങളുടെ ഭാഗ്യാധിപനാണ്. അപ്പോൾ അത് ഈ ധനസ്ഥാനത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ധനാധിപനാണ് ശുക്രൻ, അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായ പുരോഗതി, ഏതെങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള ലാഭങ്ങൾ ഒക്കെയാണ് അത് ഭാഗ്യരൂപത്തിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടാനുള്ള യോഗം ഉണ്ടാകും. പിന്നെ 2-ൽ നിൽക്കുന്ന സൂര്യൻ, ഈ സൂര്യൻ നിങ്ങൾക്ക് 12-ാം ഭാവാധിപനാണ്. അത് അത്രത്തോളം നല്ലതല്ല. ഗവൺമെൻറ് തല കാര്യങ്ങളൊക്കെ അനവധി പ്രാവശ്യം പോയാലേ അത് ശരിയായി വരൂ എന്ന് കൂടി സൂര്യൻ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ധനസ്ഥാനം, വാക്ക്, വിദ്യ, പ്രവൃത്തി സ്ഥാനത്ത് സൂര്യൻ നീചനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പരിഹാരമെന്ന് പറഞ്ഞാൽ ശിവൻ്റെ അമ്പലത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. പൊതുവേ കന്നിരാശിക്കാർക്ക് ദോഷമല്ല, എന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വേഴം കർമ്മസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. കർമ്മമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവൃത്തി സ്ഥാനം. പ്രവൃത്തി, വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ വിദ്യ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പരാജയമൊന്നും വരത്തില്ല. വേഴം 10-ൽ നല്ല ഉച്ചനായിട്ടാണ് നിൽക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ച് പോയാൽ നമുക്ക് കൂടുതൽ, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനൊക്കെ കഴിയുന്നതാണ്. പിന്നെ എഴുത്ത് പരീക്ഷയിൽ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശുഭമാകും. ദോഷമായിട്ടല്ല വേഴത്തിൻ്റെ നിൽപ്പ്.
എന്നാൽ നിങ്ങളുടെ രാശിയിൽ ചൊവ്വയുണ്ട്. ചൊവ്വ യാത്രാസ്ഥാനപതിയും വാക്ക്, വിദ്യ, പ്രവൃത്തി അതിൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നു. അപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും ആലോചിച്ച് വേണം ചെയ്യാൻ. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എഴുതുമ്പോൾ ചില അക്ഷരത്തെറ്റൊക്കെ വരാനും സാധ്യത. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ വരണമെന്നുള്ള ഇതല്ല, വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളതാണ് പറയുന്നത്. പിന്നെ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ ആ രാശിയിൽ വരുന്നു. അത് 50% ഗുണകരമാണ്. അപ്പോൾ ഇതൊക്കെ തുലാം രാശിക്കാർക്ക് പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ 5-ൽ രാഹുവുണ്ട്. 5 എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ സ്ഥാനമാണ്. ചില കാര്യങ്ങൾ ഇറങ്ങി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് ചില തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ തടസ്സം നീക്കുന്നതിനായിക്കൊണ്ട് ചെയ്യേണ്ടത് നാഗരാജ പ്രീതിയാണ്. അങ്ങനെയാണെങ്കിൽ ആ തടസ്സം മാറിക്കിട്ടും. അപ്പോൾ അതുകൂടി ചെയ്യുക. പൊതുവേ തുലാം രാശിക്കാർക്ക് 50% നല്ലത് തന്നെ. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചികത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം വരുന്നത് 9-ലാണ്. ഒൻപതെന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനം, പിതൃസ്ഥാനം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ശുഭഫലങ്ങൾ നമുക്ക് കിട്ടും. ആ പിതൃസ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. പിന്നെ തീർത്ഥാടനം, തീർത്ഥയാത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി. അപ്പോൾ വേഴം നിങ്ങൾക്ക് ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവാധിപനും 5-ാം ഭാവാധിപനുമാണ്. അങ്ങനെയുള്ള വേഴം നിങ്ങൾക്കിപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതൊരു ശുഭാവസ്ഥ തന്നെയാണ്. നമ്മൾ വളരെ കാലം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അതൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യത തെളിയുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക, ദേവി പ്രീതി ചെയ്യുക. പിന്നെ വൃശ്ചിക രാശിക്ക് ഈ മാസം ഈ സൂര്യൻ്റെ നിൽപ്പ് അത്ര നല്ലതല്ല. 12-ലാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വയും 12-ലാണ്. 12 എന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ നിയമപരമായ കാര്യങ്ങൾ, ഈ സൂര്യൻ്റെ സ്ഥിതി നിയമപരമായ കാര്യങ്ങൾ, നമ്മളെന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ്. ഫൈന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ അത് അടയ്ക്കുക. അല്ലെങ്കിൽ ഗവൺമെൻറ് തല കാര്യങ്ങൾ നോക്കുമ്പോൾ ചില നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ ഈ മാസത്തെ സൂര്യൻ്റെ സ്ഥിതി വെച്ചിട്ട് ശിവപ്രീതി, സുബ്രഹ്മണ്യപ്രീതി ആണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് 4-ൽ നിൽക്കുന്ന രാഹു കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വസ്ഥതക്കേടോ സമാധാനക്കേടോ അല്ലെങ്കിൽ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബന്ധുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ സുഹൃത്തുക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അതിജീവിച്ച് പോകുന്നതിനായിക്കൊണ്ട് നാഗരാജ പ്രീതി ഉചിതമാണ്. ഇനി പറയുന്നത് ധനുവാണ്. ധനുവിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാൽപ്പാകം. നിങ്ങൾക്ക് വേഴം താൽക്കാലികമായിട്ടാണെങ്കിലും
അഷ്ടമത്തിൽ മറയുന്നു. അപ്പം നിങ്ങൾ മാസഫലമാണ് പറയുന്നുവെങ്കിലും ആ വേഴത്തിൻ്റെ അവസ്ഥ കൂടി പറയുന്നു. അപ്പോൾ നിങ്ങൾ 2.5 മാസക്കാലം താൽക്കാലികമായിട്ടുള്ള ഒരിതാണ്. മൂലം നക്ഷത്രം, മൂലം, പൂരാടം, ഉത്രാടം, കാല് ഈ രാശിക്കാർ വേഴം അഷ്ടമത്തിലായതുകൊണ്ട് തന്നെ വേഴപ്രീതി നടത്തുക. ദോഷം ആയിട്ടില്ല, അഷ്ടമത്തിൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. പിന്നെ ദേവീപ്രീതി, ഇത് രണ്ടും അനിവാര്യമാണ്. പിന്നെ നിലവിൽ നിങ്ങൾക്ക് ശനി 4-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 4 പറയുമ്പോൾ സുഖസ്ഥാനം, വാഹനസ്ഥാനം, അങ്ങനെയുള്ള സ്ഥാനങ്ങളാണ്. അപ്പോൾ പിന്നെ അത് കർമ്മത്തിലോട്ടുള്ള ദൃഷ്ടി. അപ്പോൾ പൊതുവെ ധനുരാശിക്കാർക്ക് ശനി രീതി വച്ചിട്ടും ഇപ്പോൾ കണ്ടക ശനികാലം നിലവിലുള്ളവരാണ്. അപ്പോൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു പോവുക. വേഴത്തിൻ്റെ അഷ്ടമത്തിലുള്ള നിൽപ്പും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. ഏത് പ്രവൃത്തി ചെയ്തിരുന്നാലും നമ്മൾ നേരത്തെ പക്വതയായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് അതിജീവിക്കാൻ കഴിയും. അപ്പോൾ ശനിപ്രീതി, വേഴപ്രീതി. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് ലാഭാധിപനും 6-ാം ഭാവാധിപനും 6-ാം ഭാവാധിപനും അവിഷ്ടസ്ഥാനത്തിൻ്റെ ചുമതലയും ഉള്ള ശുക്രൻ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ആ ലാഭസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങൾ, ലാഭങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ധനുരാശിക്കാർക്ക്. അപ്പം ദോഷം മാത്രമല്ല, ഗുണഫലങ്ങളും ഉണ്ട്. പിന്നെ യാത്രയും ഒക്കെ ശ്രദ്ധിക്കണമെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ബുധൻ്റെ അവസ്ഥ 7-ാം തീയതി മുതൽ, അതായത് തുലാമാസം 7-ാം തീയതി മുതൽ ബുധൻ നിങ്ങളുടെ 7-ാം നിവർത്തി സ്ഥാനപതിയായിട്ടുള്ള ബുധൻ 12-ൽ മറയുന്നു. അപ്പോൾ ബുദ്ധിമോശം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക, ശ്രദ്ധ വേണമെന്നുള്ളതാണ് പറയുന്നത്. വാഹനം ഓടിക്കുമ്പോഴും ഒരു കരുതൽ വേണം. അപ്പോൾ എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരമൊക്കെ സൂചിപ്പിക്കുന്നത്. പിന്നെ ബുധൻ്റെ ഈ 12-ലോട്ടുള്ള വരവ്, അത് തുലാമാസം 7-ന് ശേഷമാണ്. 12 എന്ന് പറയുമ്പോൾ നമുക്ക് ദേവാലയ ദർശനവും കാണുന്നു. ദൂരെയുള്ള ക്ഷേത്രം, കൃഷ്ണൻ്റെ ക്ഷേത്രം, അവിടെയൊക്കെ പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയും കാണുന്നു. ദോഷം മാത്രമല്ല. അപ്പോൾ ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം നിവർത്തി സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടും സന്താനഭാഗ്യം, സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം തെളിയുന്നതായിട്ടും കാണുന്നു. പിന്നെ യാത്രകൾ, ദേവാലയ ദർശനം, അപ്പോൾ പിന്നെ ജോലി സംബന്ധിച്ചുള്ള നമ്മുടെ കർമ്മസ്ഥാനം, ജോലി സംബന്ധിച്ചുള്ള പുരോഗതി, അങ്ങനെ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. വിക്രയങ്ങൾ, ഗൃഹനിർമ്മാണം, ഗൃഹം മോടികൂട്ടൽ, വാഹനലബ്ധി, അങ്ങനെയുള്ള കാര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, എഴുത്ത് പരീക്ഷ വിജയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മകരരാശിക്ക് കിട്ടും എന്ന് വേഴം സൂചിപ്പിക്കുന്നു.
ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് നിലവിലെ ഈ രാഹുവിൻ്റെ സ്ഥിതി പ്രവൃത്തി സ്ഥാനത്തുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. എന്തെങ്കിലും ദുർശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പോയാൽ ഉചിതമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ മാറുന്നതിനായിട്ട് ദൈവഹിതം പറയുന്നത് നാഗരാജ പ്രീതിയാണ് ചെയ്യേണ്ടത്. പിന്നെ വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അഷ്ടമത്തിൽ കേതു സഞ്ചരിക്കുന്ന കാലമാണ്. വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലങ്ങളുണ്ട്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും ഓരോ ഗ്രഹവും അതിൻ്റേതായ ഫലങ്ങൾ നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങളുടെ കർമാധിപനായ ശുക്രൻ 5ാം ഭാവാധിപനും കർമാധിപനുമായിട്ടുള്ള ശുക്രൻ മാസത്തിൻ്റെ പകുതിക്ക് ശേഷം കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ മുഖേനയുള്ള ഗുണഫലങ്ങൾ, ലാഭങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് മകരരാശിയെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ കൂടുതലും ഗുണഫലം തന്നെയാണ് ഉള്ളത്. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വേഴം 6ൽ മറഞ്ഞു. 6 എന്ന് പറയുമ്പോൾ രോഗസ്ഥാനമെന്ന് പറയും. രോഗം, ശത്രു, കടം, ദുരിതം അങ്ങനെ പറയുന്നതാണ്. എന്നാലും ഈ വേഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉച്ചരാശി എന്ന് ജ്യോതിഷത്തിൽ നമ്മൾ പറയുന്ന സ്ഥാനത്താണ് ഈ വേഴം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗം വന്ന് കിടക്കുമെന്നുള്ള അവസ്ഥയല്ല. രോഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ആ രോഗശമനം ഉണ്ടാകാൻ ഈ ഉച്ചരാശിയിൽ നിൽക്കുന്ന വേഴത്തിന് കഴിയും എന്നാണ് കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ ആ രാശിയിലുള്ള കുംഭരാശി, ആ രാശിയിലുള്ള രാഹു സൂചിപ്പിക്കുന്നു യാത്ര ചെയ്യുമ്പോഴും ആരോഗ്യ സംബന്ധിച്ചുള്ള വിഷയങ്ങളും ഒക്കെ തന്നെ നമ്മൾ വാക്ക്, വിദ്യ, പ്രവൃത്തി എന്നിവയൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി രാഹു സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ വാക്ക് തന്നെ നമുക്ക് മറ്റുള്ളവർ കേൾക്കുമ്പോൾ നീരസമുണ്ടാകുകയും അതുവഴി ശത്രുത ഉണ്ടാകാനും സാധ്യത ഉണ്ടെന്ന് രാഹു പറയുന്നു. പിന്നെ 2ൽ നിങ്ങളുടെ വാക്കിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം ശനിയാണ്. ശനി നിങ്ങൾക്ക് ചന്ദ്രലഗ്നാധിപനാണ്, 12ാം ഭാവപതിയുമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വാക്ക് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നമ്മുടെ വാക്ക്, വിദ്യ, പ്രവൃത്തിയൊക്കെ ശ്രദ്ധിച്ചു പോവുക. വാഹനം ഓടിക്കുമ്പോഴും ശ്രദ്ധിക്കണം. തുലാം മാസം 7-ന് ശേഷം നിങ്ങൾക്ക് 5ാം ഭാവാധിപനായ ബുധൻ കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, നമ്മളെ കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുധനെ കൊണ്ട് നമുക്ക് കിട്ടും. മാത്രമല്ല 10ാം ഭാവാധിപനായ 3-ഉം 10-ഉം ചുമതലയുള്ള ചൊവ്വയും വരുന്നുണ്ട് തുലാമാസം 10-ാം തീയതിയോടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തിയിലേക്ക് വിജയമൊക്കെ കാണുന്നു. പ്രവൃത്തി വിജയം, ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് ബുധൻ പറയുന്നു. അപ്പോൾ നാഗരാജ പ്രീതി ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 2-ൽ നിൽക്കുന്ന ശനി, അപ്പോൾ ശനിപ്രീതിയും ചെയ്യുക. കുംഭരാശിയെ സംബന്ധിച്ച് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ശുഭമായി വരും.
പിന്നെ നമ്മൾ ആ ചൊവ്വയുടെ സ്ഥിതി, ചൊവ്വ തുലാമാസം 10 ശേഷം നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട്. അത് വരുന്നത് ദേവിയുടെ രൂപത്തിലാണ്, യുഗ്മരാശിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ദേവീ കടാക്ഷം ഉണ്ടാവും. ആ ഭൂമി സംബന്ധിച്ചുള്ള ക്രയവിക്രയങ്ങളോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുമെങ്കിൽ അത് നടക്കുന്നതാണ്. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വേഴം 5-ലാണ്. ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വേഴം നിങ്ങൾക്ക് 5-ൽ ഉച്ചനായി നിൽക്കുന്നു. നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭമായി വരും എന്ന് തന്നെ കാണുന്നു. ഭൗതികം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിവാഹാദി കാര്യങ്ങൾ, യാത്ര, പിന്നെ വിദേശയാത്ര, ഗ്രഹനിർമ്മാണം, വാഹനലബ്ധി, ഉദ്യോഗലബ്ധി, അങ്ങനെ ഉള്ള എല്ലാവിധമായ കാര്യങ്ങളും, പിന്നെ മംഗല്യഭാഗ്യം, സന്താനഭാഗ്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭൗതികമായ കാര്യത്തിൽപ്പെടും. അതെല്ലാം തന്നെ സഫലമായി വരുന്നതായിട്ട് മീനരാശിയെ സംബന്ധിച്ച് കാണുന്നു. അപ്പോൾ ആ രാശിയിൽ ശനി നിൽപ്പുണ്ട്. ആ ശനിയെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും എന്ന് തന്നെയാണ് മീനരാശിക്കാർക്ക് പറയാനുള്ളത്. പിന്നെ നിലവിൽ രാഹു 12-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12 അപ്പോൾ കാൽപാദമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ഷീണാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണുക. ഇപ്പോൾ വേഴത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങളൊക്കെ തന്നെ ശമനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. പിന്നെ നാഗരാജ പ്രീതി കൂടി ചെയ്യണം മീനരാശിക്കാർ. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും പ്രായഭേദമന്യേ നടക്കുന്ന ഇപ്പോഴത്തെ ദശ, അവഹാരം, ഛിദ്രം, ഇങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മമായ അവസ്ഥകളുണ്ട്. അതും പ്രകാരം ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ദോഷം പറഞ്ഞ രാശിക്കാർക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ വച്ചിട്ട് ഗുണപരമായി വരാനും സാധ്യതയുണ്ട്. എന്നാലും ചാരവശാലുള്ള സഞ്ചാരപഥം അനുസരിച്ച് ഇത് അനുഭവത്തിൽ വരും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ, പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ തുലാമാസം നല്ലൊരു മാസമായി തന്നെ അനുഭവത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.